ഫെബ്രുവരി 16 കൃത്യം 11 മണിക്ക് ലിയോ 2 ഫാൻ മെയ്ഡ് സ്റ്റോറി ടെല്ലിംഗ് സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് റിലീസ് ചെയ്യുന്നതാണ്. മറക്കാതെ കാണാൻ ശ്രമിക്കുക. 2019 കോളിവുഡ് ഇയർ ട്രോപ്പർ പട്ടം നേടി വമ്പം വിജയം നേടാൻ കൈവരിച്ച ചിത്രമാണ് ബിഗിൽ. എന്നാൽ ഇത് അത്രയ്ക്ക് നല്ല പടമാണോ? നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതുപോലെ നിങ്ങൾ പ്രൊഡക്റ്റ് ടാഗിന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സൂപ്പറായുള്ള സ്മാർട്ട് വാച്ചസ് പ്രൊഡക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നല്ല നല്ല സാധനങ്ങളാണ്. അതുപോലെ ബിഗിലിൻ്റെ വാൾ പോസ്റ്റർ ആണെങ്കിലും പ്രൊഡക്റ്റ് ആയിട്ടുണ്ട്, അതും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമുള്ളവർ നോക്കിയിട്ട് വരിക. ഫസ്റ്റ് സെക്ഷൻ സ്റ്റോറി അനാലിസിസ്. ഇത് സ്റ്റോറി എന്നത് ഭയങ്കര ഫുട്ബോൾ പ്ലെയറായ മകൻ, വമ്പൻ ഗാങ്സ്റ്ററായ അച്ഛൻ. ഒരു ദിവസം മകൻ ഡ്രീം മാച്ച് കളിക്കാൻ പോകുന്ന ദിവസത്തിൽ ഒരു കൂട്ടം റൗഡീസ് അച്ഛനെ കൊല്ലുന്നു. അതിനുശേഷം ഫുട്ബോൾ വേണ്ടാന്ന് വെച്ച് അച്ഛന് സ്ഥാനം ഏറ്റെടുക്കുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് മകന്റെ കൂട്ടുകാരൻ വലിയ ഫുട്ബോൾ കോച്ചായി വരുമ്പോൾ നായകന്റെ എതിർ റൗഡി ഗ്യാങ്സായി ഉണ്ടായ ഫൈറ്റിൽ കൂട്ടുകാരനായ ഫുട്ബോൾ കോച്ചിന് കുത്തേൽക്കുന്നു. അതിനുശേഷം നടക്കാൻ പറ്റാതെ ആവുകയാണ് ഫുട്ബോൾ കോച്ച് പിന്നീട്. എന്നാൽ കോച്ച് ഇല്ലാണ്ട് ഫുട്ബോൾ ടീമിന് വലിയ ടൂർണമെന്റിന് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നായകൻ ഫുട്ബോൾ പ്ലെയർ ആയതുകൊണ്ട് നായകനെ ആ ടീമിന്റെ കോച്ചാവുന്നു. പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇതിന്റെ വൺ ലൈൻ സ്റ്റോറി. സ്റ്റോറി ലൈൻ വളരെ പ്രെഡിക്റ്റബിൾ ആയതാണ്. സ്ക്രീൻ പ്ലേയും പോലും വലിയ സംഭവമൊന്നും ഈ പടത്തിലില്ല. അറ്റിൽ ചെയ്തതിൽ ഏറ്റവും വീക്കായിട്ടുള്ള സ്ക്രിപ്റ്റാണ് ബിഗിലുള്ളത്. ജവാന് മുമ്പിട്ടോ. ഇപ്പോൾ ജവാനാണ് നിലവിൽ അറ്റ്ലിയുടെ ഏറ്റവും വീക്ക് സ്ക്രിപ്റ്റ്. അതിനു മുമ്പ് ബിഗിലാണ്. ഫ്ലാറ്റായ സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും എൻഗേജ്മെന്റ് സീൻസ് ഈ പടത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട്. ഫസ്റ്റ് വിജിയുടെ ഇൻട്രോ സീൻസ് വരുന്ന ഫൈറ്റ് സീൻസ് വളരെ എൻജോയബിൾ ഫൈറ്റ് സീനാണ്. അതുപോലെ ഇതിലൂടെ വിജിയുടെ രായപ്പൻ ക്യാരക്ടറിന്റെ ഇൻട്രോ സീനുണ്ട്. അത് മക്കളെ ഹെവി ആയിട്ടായിരുന്നു. അതുപോലെ ഈ പടത്തിൽ സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന പല സീൻസും അടിപൊളിയാണ്. അങ്ങനെ ഒരുപാട് നല്ല സീൻസ് കൂടി ഇതിന്റെ സ്റ്റോറിയിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഫാൻസിന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് മൂമെന്റ്സും കറക്റ്റ് പ്ലേസിൽ കറക്റ്റ് മീറ്ററിൽ അച്ഛൻ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ പടത്തിലെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. പോസിറ്റീവ് നമ്പർ 1, വേറൊന്നും പറയാനില്ല. ഈ പടത്തിലെ നട്ടലും നെടുന്തൂണും അങ്ങനെയൊക്കെ പറയാൻ പറ്റിയൊരു ക്യാരക്ടറുണ്ട്, രായപ്പൻ. പടത്തിന്റെ മെയിൻ പോസിറ്റീവ് തന്നെ ഇതുപോലൊരു ഹെവി ക്യാരക്ടർ ഈ പടത്തിലുള്ളതാണ്. ആ ക്യാരക്ടർ വരുന്ന സീൻ എല്ലാം തന്നെ ഫയറാണ്. സിനിമ കാണുമ്പോൾ തന്നെ രായപ്പൻ എപ്പോൾ വരും എന്ന് നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രായപ്പൻ ഇൻട്രോ സീക്വൻസ് ആ കാറിന് ചുറ്റും റൗഡീസ് നിൽക്കുമ്പോൾ ഒറ്റയ്ക്കൊരു മടളം വെച്ച് എൻട്രി ഉണ്ട്. തീ ഐറ്റമാണ്. പിന്നെ MG റെഫറൻസ് ചെയ്യുന്ന പാട്ട് കൂടി പാടി ഫൈറ്റ് സീക്വൻസും തിയേറ്ററിൽ വൻ ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ രായപ്പൻ്റെ ഒരു ഇമോഷണൽ സീക്വൻസ് ഉണ്ട്, അതും കിടുവായിരുന്നു. ബിക്കൊക്കെ വന്നൊരു ഡയലോഗ് ഡെലിവറി ഉണ്ട്. ആ ഇമോഷണൽ സീക്വൻസ് തന്നെ ബിഗിലെ എന്ന് പറയുന്നൊരു അന്ന് സത്യം എന്നൊക്കെ പറയുന്ന ഡയലോഗ്സ് ഉണ്ട്, ഇപ്പോഴും ട്രെൻഡ് സെറ്ററാണ്. അതുപോലെ പിന്നെ അവിടുത്തെ പോലീസുകാരും മിനിസ്റ്ററായിട്ടുള്ള ഒരു മീറ്റിംഗ് സീനുണ്ട്. അവിടെ ഒരു പോലീസുകാരൻ നിലത്തടിച്ചിട്ട് മുണ്ടും മടക്കി പോകുന്നൊരു സീനുണ്ട്. അതൊക്കെ കിഡിലെ സീൻസാണ്. ഈ പടത്തിൽ രായപ്പൻ മെയിനായിട്ട് മീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് സീക്വൻസ് ഉണ്ട്. മൈക്കിളിന് ടീം സെലക്ഷൻ കിട്ടണമെങ്കിൽ പൈസ വേണമെന്നൊക്കെ പറയുമ്പോൾ അവിടെയും ഒരു ഹെവി ആയിട്ടുള്ള സീനാണ്, പീക്കായിട്ടെന്നൊക്കെ പറയാം. അതിൽ ആ വില്ലൻ രായപ്പനെ കൈ തൊട്ട് കൈ കഴുകുന്ന സീന് കാണുന്നുണ്ട്. അത് കണ്ട് രായപ്പൻ അതേ ദിവസം തന്നെ അങ്ങനെ കക്കൂസിലിട്ട് തല്ലിച്ചു വിടുന്നുണ്ട്. വൺ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ആ സീനൊക്കെ. ആ സീനിന് മുന്നേ ഒരു രായപ്പൻ ഇൻട്രോ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ക ഡെബിളിഷ് ഗാങ്സ്റ്റർ മൂഡിലാണ് വരുന്നത്. ഇത്രയും ഹെവി ആയിട്ടൊരു ക്യാരക്ടർ കുറച്ചു നേരം കൊടുത്തുള്ളൂ എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. ബിഗിൽ മാറ്റി മൊത്തം രായപ്പൻ സ്റ്റോറി ആക്കിയിരുന്നെങ്കിൽ ഈ പാടത്തിന്റെ ലെവൽ തന്നെ മാറിയിട്ടുണ്ടാവും. സെക്കൻഡ് പോസിറ്റീവ്, ഇതിൽ വുമൻസിനെ പ്രൗഡാക്കുന്ന തരത്തിലുള്ള ഒരുപാട് നല്ല സീക്വൻസ് ഉണ്ട്. വുമൻ സ്പോർട്സ് മൂവി എടുത്തതും ഈ പടത്തിന്റെ പോസിറ്റീവ് റെസ്പോൺസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പടം കൊണ്ട് എന്താണോ മെസ്സേജ് ചെയ്യാൻ വിചാരിച്ചത് അത് കൃത്യമായി തന്നെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. തേർഡ് പോസിറ്റീവ്, ഇതിൽ ഫൈറ്റ് സീക്വൻസ് ആണ്. എല്ലാം തന്നെ അത്യാവശ്യം വാച്ചബിളായ ഫൈറ്റ് സീക്വൻസ് ആണ്. ഒന്നിനും മടുപ്പൊന്നും തോന്നുന്നില്ല, കണ്ടുകൊണ്ടിരിക്കാൻ തന്നെയുള്ള ഫൈറ്റ് സീക്വൻസ് തന്നെയാണ് എല്ലാതും. ഫോർത്ത് പോസിറ്റീവ്, സ്ക്രിപ്റ്റ് വീക്ക് ആണെങ്കിൽ പോലും ഒരു തരി ലാഗ് പോലും ഈ പടത്തിലില്ല. സമയം പോണതേ അറിയില്ല. അതൊരു മെയിൻ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ TV ടെലികാസ്റ്റിനൊക്കെ വൻ റേറ്റിംഗ് ഇപ്പോഴും ബിഗിലിന് കിട്ടുന്നത്. ഫിഫ്ത്ത് പോസിറ്റീവ്, 1 vs 11 ഫുട്ബോൾ സീക്വൻസ് കോപ്പി ആണെങ്കിലും അങ്ങനെ തന്നെ വർക്കായിട്ടുണ്ട്. ഇതൊക്കെയാണ് ബിഗിലെ സിനിമയിൽ എനിക്ക് പോസിറ്റീവായി തോന്നിയത്. ഇനി നെഗറ്റീവ്സ്. ഫസ്റ്റ് നെഗറ്റീവായിട്ട് പറയുന്നത് ഇത് സ്ക്രിപ്റ്റിലുണ്ടായ ഒരുപാട് വീക്ക് പോയിന്റ്സ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ ഫുട്ബോൾ സീക്വൻസ്, അതിന് കൊടുത്ത VFX എല്ലാം തന്നെ അൾട്ര ബേസ്ഡാണ്. സ്റ്റേഡിയം ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ കറക്റ്റ് പെസ് ഗെയിം കളിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. അതുപോലെ അതിൽ കളിക്കുന്ന ഒരു ഫുട്ബോൾ മാച്ച് പോലും ഇൻട്രസ്റ്റിംഗ് അല്ല. എന്തൊക്കെ കുറച്ച് തട്ടിക്കൂട്ട് ചെയ്ത് വെച്ച പോലെയാണ് ഫീൽ ആയിരിക്കുന്നത്. ഒരു സ്പോർട്സ് മൂവി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ത്രില്ലിംഗ് മൂമെന്റ്സ് ഉണ്ട്, അതൊന്നും ഈ പടത്തിലില്ല. ഫുട്ബോൾ കളിക്കാൻ മര്യാദയ്ക്ക് യൂസ് ചെയ്ത പോലും ഇല്ല.
VFSും കൂറയായിരുന്നു. VFS മാറ്റി ഒരു തമിഴ് കൾച്ചറിൽ തന്നെ ഒരു നോർമൽ ഫുട്ബോൾ മൂവി എടുത്തിരുന്നെങ്കിൽ ബെറ്റർ ആയേനെ. അതുപോലെ തന്നെ നായികയുടെ ക്യാരക്ടർ നയൻതാര എന്തിനാണെന്ന് പോലും അറിയില്ല. ഒരു ചുമ്മാ ഒരു ക്യാരക്ടർ. പിന്നെ വില്ലൻ്റെ ക്യാരക്ടറും കുഴപ്പമില്ലെന്ന് പറയുന്നുള്ളൂ. വലുതായിട്ടൊന്നും ക്യാരക്ടർ കണ്ട് കിട്ടിയില്ല. ഊക്കി വിട്ടവരാണ് തോന്നിയത്. ഒരുപാട് ക്രിഞ്ചായുള്ള കോമഡീസ് ഈ പടത്തിലുണ്ട്. ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഒന്നും തോന്നില്ലെങ്കിലും പിന്നെ കണ്ട് ക്രിഞ്ചാണെങ്കിലും തോന്നിപ്പോകും. എനിക്ക് ഇതൊക്കെയാണ് ബിഗ് ഗ്രാസ് ഫിലിമിൽ നെഗറ്റീവായി തോന്നിയിട്ടുള്ളത്. ആക്ച്വലി സ്ക്രിപ്റ്റിൽ കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തന്നെ പടം നന്നാക്കി എടുക്കാമായിരുന്നു. ഒരുപാട് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സെക്ഷൻ മ്യൂസിക് അനാലിസിസ്. AR റഹ്മാൻ ഈസ് ഗോട്ട് എന്ന് പറയുന്നത് വെറുതെ ആകില്ല. കരിയർ ബെസ്റ്റ് വർക്ക് അല്ലെങ്കിൽ പോലും BGMs ഒക്കെ അത്യാവശ്യം കിടു തന്നെയാണ്. എനിക്ക് BGMസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് രായപ്പൻ BGMമാണ്. നെയ്സ് സാധനം. പിന്നെ സോങ്സ് എല്ലാം തന്നെ കിടുവാണ്. ഫസ്റ്റ് വരുന്ന വിജയ് പാടിയ വെറുത്താൻ സോങ് ഇപ്പോൾ ട്രെൻഡല്ലെങ്കിലും ഒരു കാലത്ത് നല്ല ഓളം ഉണ്ടാക്കിയ സോങ് ആയിരുന്നു. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഫേവറേറ്റ് സോങ്ങായ സിംഗപ്പന സോങ് മാരക സോങ് ആണ്. പിന്നെ റൊമാൻറ്റിക് സോങ്, ക്ലൈമാക്സ്, ഇമോഷണൽ സോങ്ങും കിടുവാണ്. ഇമോഷണൽ സോങ്ങിൻ്റെ പ്ലേസ്മെൻറ്റും അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. ബോക്സ് ഓഫീസ് അനാലിസിസ്. BOS ഒരു വൻ വിജയമായൊരു പടമാണ്. എല്ലാ സ്റ്റേറ്റിലും വൻ ഹിറ്റായ പടം. കേരളത്തിൽ തമിഴ് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച പടം. അതിൻ്റെ കളക്ഷൻ റെക്കോർഡ് 2022 വിക്രം അതിനാണ് ബീറ്റ് ചെയ്യുന്നത്. വിക്രമിനെ ലിയോ ബീറ്റ് ചെയ്തു, അത് വേറെ കാര്യം. വേൾഡ് വൈഡ് 300 കോടി മുകളിൽ നേടി. ഒരു മിക്സ്ഡ് റെസ്പോൺസാണ് പടത്തിന് വന്നത്. എന്നാൽ അശ്വന്ത് ഗോഹ ഈ പടത്തിന് പോസിറ്റീവാണ് കേട്ടോ. അതൊരു പിടുത്തം കിട്ടിയില്ല. വൻ പോസിറ്റീവ് റിവ്യൂ കിട്ടുന്നത് അശ്വന്ത് ഗോഹ. വിജയുടെ സ്റ്റാർഡം കൊണ്ടും രായപ്പൻ എന്ന ക്യാരക്ടർ കൊണ്ടും ഈ പടത്തിൻ്റെ വലിയ വിജയത്തിന് കാരണം ആയിട്ടുണ്ട്. മെയിൻലി വിജയ് സ്റ്റാർഡം തന്നെയാണ് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ വലിയൊരു വിജയത്തിന് കാരണം വിജയുടെ സ്റ്റാർഡം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആ കരിയറിൻ്റെ ഉച്ചം എന്നൊക്കെ പറയില്ല, അങ്ങനെ പീക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ബിഗ് ഗ്രാസ് ഫിലിമിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് വിജയുടെ കരിയറിൽ ഒരു ഓവർ റൈറ്റർ മൂവി ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ബിഗിൽ ഒരു ഓവർ റൈറ്റർ മൂവിയാണോ? എനിക്കിതിൽ നെഗറ്റീവ്സ് പോസിറ്റീവ്സ് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ലൈക്കൊക്കെ വിട്ടിട്ട് പോവുക, അവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് കിട്ടുന്നതായും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം.